this podcast, we had a great insight and the knowledge through the life and the legacy of Sheikhuna Taqa Ahmed Muslia, and also discuss about the great ancestors, family background, and so many relatable personalities through the grandfather and great-grandfather. We also discuss about the education in India, Kerala, and Egypt, Al-Azhar University, a visionary leader for the community. Discuss about the leadership and the services which has been paid for this valuable society. The main theme was the role models and the influenced personalities and events. That was getting humble to me. That moment felt me as something great in my life. We discussed about the mission and the vision of Darnoor Education Center, Kashipatna. The dream which was forwarded from Shaheed CM Abdullah Muslia to Sheikhuna Taqa Ahmed Muslia. And the one more important is the advice for the upcoming scholars and the upcoming youth, what to do about the scholars. There is so many type of scholars. That was really influence for this society. Everything we can watch through this podcast. Before you are getting to the podcast, please hit the subscribe button. Let's find into a deep conversation, inshallah. Assalamu alaikum warahmatullahi wabarakatuh. Sunday Jananan in the family, my ancestors can never see the contributions in the care. എന്റെ ജനനത്തെ പറ്റി പറയുകയാണെങ്കിൽ പാസ്പോർട്ടിലും ഒരു വകയിലും ആധാറിലും മറ്റേ വേറെ യഥാർത്ഥത്തിൽ മറ്റു രോഗിയിലൊക്കെ ഉണ്ട്. എനിക്ക് യഥാർത്ഥ രൂപം ഞാൻ പറയാം. അതായത് 1949 ആഗസ്റ്റ് മാസം 1-ാം തീയതി ആകാൻ സാധ്യതയുള്ള ശൗവാൽ മാസം 5-നാണ് ഞാൻ ജനിച്ചത് എന്ന് CM ഉസ്താദിന്റെ പിതാവ് എന്റെ ഉപ്പാപ്പ CM ഖാലി സി മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ ഒരു കിതാബിന്റെ വാക്കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മാഷാ അല്ലാഹ്, ഖാലി CM മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അവരുകളിലൂടെയാണ് ഞാൻ എന്റെ മുൻഗാമികളെ ദർശിക്കുന്നത് ആദ്യമായിട്ട്. അതിനു മുമ്പുള്ള മഹാന്മാരൊക്കെ വലിയ വലിയ മഹാന്മാർ നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും ഒക്കെ, അതായത് ഭൗതിക ഡിഗ്രി നേടിയവരല്ല, അവരായിട്ടുള്ളവർ കഴിഞ്ഞു പോയതുണ്ട്. ഉദാഹരണത്തിന് എന്റെ പിതാവിന്റെ മൂത്താപ്പ അപ്പിച്ച എന്ന പേരിൽ പ്രസിദ്ധനായ അദ്ദേഹം എത്ര പറഞ്ഞാലും മാറ്റം പറഞ്ഞാൽ തീരാത്ത വലിയ മഹാനായിരുന്നു അദ്ദേഹം. ഇതുവരെ പള്ളി ഈ പുതിയ എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ പുനരുദ്ധാരണത്തിന്റെ ജമാഅത്ത് പള്ളിയുടെ പുനരുദ്ധാരണത്തിന്റെ മുഴുവൻ പ്ലാനും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് അദ്ദേഹമാണ്. അതിന്റെ വരികളൊക്കെ അവിടെ എഴുതുകയും കുറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല, അദ്ദേഹം വലിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അതേപ്രകാരം തന്നെ ഏതുവരെ അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ കറാമത്ത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. 36-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു, അതായത് അവകാശമൊക്കെ സംഭരിച്ചു വെച്ചിട്ട് രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പതിവും ഉണ്ടായിരുന്നു. അതുപോലെ വലിയ വലിയ മിഷനറികളൊക്കെ ജപ്പാനിൽ നിന്നൊക്കെ വന്നാൽ അയച്ചിട്ട് അതിന്റെ പാഴ്സല് ഇന്ന രൂപത്തിലുള്ള വ്യത്യാസം വരുത്തിയാൽ ഇന്ന ഉപകാരമുണ്ടാകുമെന്നൊക്കെ എഴുതി ജപ്പാനിലേക്കൊക്കെ എഴുതി അയച്ചിരുന്ന മഹാനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോ ഒരാൾ വന്നിട്ട് പറയുന്നു, അന്നത്തെ കാലത്ത് വലിയ സംഖ്യ, ഇന്നത്തെ കോടികൾ വരും. അങ്ങനെയുള്ള ഒരു സംഖ്യ പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് എങ്ങനെ മറവ് ചെയ്യുക? അപ്പം മൂപ്പരുടെ അനുജനായ നമ്മുടെ ഉപ്പാപ്പ ഖാദി അബ്ദുൽ ഖാദിർ ഹാജി അവറുകൾ കാര്യം ഏറ്റെടുത്തിട്ട് മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും
അങ്ങനെ മയ്യത്ത് മറച്ച് ചെയ്യുകയും ചെയ്തു. രാത്രി മഗ്‌രിബായപ്പോ അദ്ദേഹം നമ്മുടെ പള്ളിയിലത്തെ മുഖ്യറിയായിരുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ബാപ്പ ഇബ്രാഹിം മുസ്ലിയാർ പള്ളിയിലെ ഖാദിയിലെയും പള്ളിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. ഉറങ്ങുമ്പോ അത് ഉറങ്ങുന്നില്ല, ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിലുള്ള ടൈം. ആ സമയത്ത് ഇദ്ദേഹത്തെ മരിച്ചുപോയ അഭിച്ചാവും അദ്ദേഹത്തിന്റെ ഷേഖായ ആമിദ് കോയമ്മ തങ്ങളുടെ കൂടെ അത് മൗലിദിൽ എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. തങ്ങളുടെ കൂടെ വന്നിട്ട് പറഞ്ഞു, അതായത് ഈ ഉറങ്ങാൻ കടവെക്കുന്ന രൂപത്തിലുള്ള ആളോട് പറഞ്ഞു, നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവിതമൊന്നുമല്ല, ജീവിതം ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നത് അവിടെ ആളോട് ചോദിച്ച പണം ഇന്ന കട്ടിലിന്റെ അടിയിൽ ഇന്ന സ്ഥലത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് കൊടുത്തോ. ഉടനെ തന്നെ ഇത് ഉണർന്ന ഇദ്ദേഹം അത് വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അപ്പിച്ചവന്നിന് എനിക്ക് പൈസ ഇന്നെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പലരുടെ വാസ്തു പറഞ്ഞ സ്ഥലം പോയി നോക്കുമ്പോ ഇത്രയും വലിയ സംഖ്യ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് കൊടുക്കുകയും ചെയ്തു. അതുപോലെയുള്ള ഒരു മകനായിരുന്നു അദ്ദേഹം. ഖാദിയോ ഒന്നും ആവില്ല എന്നതിനു മുമ്പ് തന്നെ മരിച്ചു പോയതാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് ഖാദി അബ്ദുള്ള ഹാജി. അദ്ദേഹത്തിനെ പറ്റി വലിയ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. കർണാടകത്തിലും അതേപ്രകാരം മലയാളത്തിൽ TOB സാഹിബും ഒക്കെ രചിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അദ്ദേഹത്തിന് ഖാദി അബ്ദുള്ള ഹാജിന്റെ ശേഷം ഇവിടെ ഖാദിയായത് ഖാദി അബ്ദുൽ ഖാദർ ഹാജി എന്ന ആള എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അദ്ദേഹം. ഖാദി അബ്ദുള്ള ഹാജി അവരുടെ ഇപ്പോഴത്തെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഖബർ അദ്ദേഹം പണ്ട് ഖിലാഫത്ത് പ്രസ്ഥാന കാലത്ത് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും സമ്മേളനത്തിനായിട്ട് പുത്തികയിലേക്ക് വന്ന ബാബ സമ്മേളനത്തിൽ വന്നപ്പോ ആ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഗാന്ധിജിയും അതേപ്രകാരം ഷൗക്കത്ത് അലിയുമുള്ള ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ഈ ഖാദി അബ്ദുൽ ഖാദർ ആള എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനരായിരുന്നു. അതുപോലെ നമ്മുടെ മുൻഗാമികളായ പലരും ഇങ്ങനെ തന്നെ ഖാദി അബ്ദുള്ള ഹാജി അവരെ തൊട്ടിങ്ങനെ തുടർന്നു പോയാൽ അതായത് വലിയ വലിയ മഹാന്മാരിലേക്ക് എത്തുന്നതാണ് അവരുടെ ചരിത്രം. കോഴിക്കോടും അതേപ്രകാരം തന്നെ ചാലിയത്തും പൊന്നാനിയിലും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ അസല് യഥാർത്ഥത്തിൽ അന്തരോത്ത് ദ്വീപിലുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രനായ ഉബൈദുല്ലാഹിൽ മക്കിയിലാണ്. മക്കിയിൽ നിന്നിട്ടാണ് ആരംഭിക്കപ്പെടുന്നത്. അവരുടെ കുടുംബം ഇന്നും അന്തരോത്ത് ദ്വീപിലെ ഖാദി സ്ഥാനവും അവരുടെ കയ്യിലാണ്. അവരുടെ വീടിന്റെ തന്നെ പേര് ഖാദിന്റെ അവിടെ എന്നാണ്. അദ്ദേഹം ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് 600-700 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കരയിലേക്ക് അവിടുത്തെ മേൽമക്കത്തായത്തിൽ പ്രതിഷേധിച്ചിട്ട് എന്നും പറയപ്പെടുന്നു. അല്ല കപ്പല് പൊളിഞ്ഞിട്ട് വന്നത് എന്നും കുടുംബത്തിൽ ഇങ്ങനെ പറയപ്പെടാറുണ്ട്. അങ്ങനെ വന്നു. ആ വന്ന വ്യക്തിയിലൂടെയാണ് ഇവിടുത്തെ ഈ ഖാദിന്റെ എന്ന ഖാദിന്റെ അവിടെയാണ് ആകം എന്ന ഈ കുടുംബം വരുന്നത്. അങ്ങനെ ചരിത്രം എടുത്തു നോക്കിയാൽ ഖാദി തറവാട്ടില് ഖാദി അറകം കാക്ക തറവാട്ടിലാണ് ബഹുമാനപ്പെട്ട ഖാദി അവர்கள் ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആ കുടുംബ പരമ്പരയിലൂടെയാണ് ഈ പരമ്പര വന്നിട്ടുള്ളത്. ഇതേ പരമ്പരയിലേക്ക് വേറെ വഴിയിലൂടെ നമ്മുടെ മുസാദ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മായുടെ സഹോദരനാണ് ഖാദി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ. അവരുടെ മകനാണ് അത്. എന്റെ ഉപ്പാപ്പയാണ് തന്നെയാണ്. അതും അതേപോലെ തന്നെ
ഉന്നത ഗുരുജാതരായി. അദ്ദേഹത്തിന്റെ പിതാവ് അന്തും സിലേറും പറഞ്ഞാണ് ആളാണ്. കോളറയിൽ മരിച്ചുപോയ മാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഖബറ് തുറക്കപ്പെട്ടപ്പോ അത് ജനാസ അങ്ങനെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ജമനാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഇഷാറ കിട്ടിയതനുസരിച്ച് ചെമ്പരിക്കയിലേക്ക് വന്ന പോക്കർഷായാണ്. പോക്കർഷ എന്ന് പറഞ്ഞ വലിയ മഹാനാണ്. അത് ഖുർആനായിരുന്നു. ഖുർആൻ എഴുതിയിട്ടാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഖബർ തുറക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിന് ജനാസ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഉമ്മയുടെ ഭാഗത്ത് അങ്ങനെ തന്നെ ഉന്നതരായ മഹാത്മാക്കളുടെ താഴ്വഴിയിലൂടെയാണ് വന്നിട്ടുള്ളത്. പിതാവിന മുഖന്മാരുടെ ആണെങ്കിൽ ഇങ്ങനെയുമാണ്. പിന്നെ മാഷാ അല്ലാഹ് അവരുടെ എല്ലാ ചരിത്രങ്ങളൊക്കെ തപ്പിപ്പിടിച്ചാൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. മാഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ പിച്ച എന്ന് പറഞ്ഞു ഇനിയായി സ്വർണ്ണമുണ്ടാക്കുക ചെയ്തിട്ടുണ്ട്. സ്വർണ്ണമുണ്ടാക്കിയപ്പോ പിതാവ് നിരോധിച്ചതിന്റെ പേരിൽ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സ്വർണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പിന്നെ മുമ്പ് ചെറുപ്പത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. തന്റെ ഇസ്ലാമിക് പിന്നെ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ അതും ഇന്ത്യത്ത് നേടിയത് പിന്നെ അബ്രോഡ് അസഹറിൽ നേടിയ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസപരമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ സാധാരണ കാണുന്ന മലബാറിൽ നിന്ന് ഉപരിപഠനത്തിന് പോകുന്ന സ്ഥലമായിരുന്നു വെല്ലൂർ ബാഹയാത്തും സാലിഹാത്തും. അതേപ്രകാരം ദൈവബന്ധ ദാറുലും ഞാൻ ദൈവബന്ധ ദാറുലും ഇതിൽ പോയിട്ടാണ് പഠിച്ചത്. ഞാൻ അവിടെ പോയിട്ട് മൗഖൂഫ് അലൈഹിലാണ് ചേർന്നത്. അങ്ങനെ അവിടെ 5 വർഷം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 5 വർഷത്തിൽ ആദ്യം ദൗറ ഹദീസിൽ ബിരുദം നേടി, പിന്നെ ദൗറ തഫ്സീറിലും ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ ദൗറ മഅഖൂലാത്തിലും ഡിഗ്രി നേടിയിട്ടുണ്ട്. പിന്നെ അദബിലും സാഹിത്യത്തിലും അറബി സാഹിത്യത്തിലും ബിരുദം നേടിയിട്ടുണ്ട്. 4 ഡിഗ്രികൾ അവിടെ നിന്ന് ഞാൻ നേടിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് വന്ന് ഇവിടെ കേരളത്തിലെ പുത്തൻപള്ളി ഷാഫി പള്ളിയിലെ മുദരിസും ഖാത്തീബുമായിട്ട് 3 വർഷം ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് ചില കാരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് കൈറോയിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി പെട്ടത്. അങ്ങനെ അവിടെ നിന്നും അസ്ഹറിൽ നിന്ന് പഠിച്ച് കുല്ലിയ ഖാനൂൻ ശരിയ കുല്ലിയത് ശരിയ ഖാനൂൻ എന്ന ഒരു ഇതിൽ ഉസൂലുൽ ഫിഖ് മാറ്ററായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പഠിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഒമാനിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഒമാനിലേക്ക് വന്ന് അവിടുത്തെ സുൽത്താന്റെ മാതാവ് നിർമ്മിച്ച പള്ളിയിലെ ഇമാമും ഖത്തീബുമായിട്ട് ജോലി ചെയ്തു. അതൊരു 31 വർഷം നീണ്ടു നിന്നതായിരുന്നു. അത് വളരെ ചരിത്ര ബഹുലമായിരുന്നു. ഉസ്താന്റെ റോൾ മോഡൽസ് ആരൊക്കെയാണ്? പിന്നെ ഉസ്താന്റെ സ്വാധീനിച്ച ആൾക്കാർ ഇല്ലെങ്കിൽ സ്വാധീനിച്ച ഇവന്റ്സ് സംഭവങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പിന്നെ എന്റെ ജീവിതത്തിൽ നമ്മുടെ ഗുരുനാഥന്മാരെല്ലാം എന്താണ് നമ്മളുടെ ജീവിതത്തിൽ അസർ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് എന്റെ ചെറുപ്പത്തിൽ പ്രത്യേകിച്ചിട്ട് എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നത് നമ്മുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു, കവിയായിരുന്നു. അറബിയിലും അതുപോലെ തന്നെ മലയാളത്തിലും
അതുപോലെ കർണാടകയിലും എന്താണ് ഒരുപോലെ കവിത എഴുതാൻ സാധിച്ചിരുന്ന ഒരു മഹാവല്ലഭനായിരുന്നു ബഹുമാനപ്പെട്ട സാഹിബ്. അവർ അദ്ദേഹം എന്റെ ജീവിതത്തിൽ വരെ സ്വപ്നത്തിൽ വരെ അദ്ദേഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു കവി സാഹിബ് അവർ. അദ്ദേഹം വലിയ ആയിരുന്നു. ഇപ്രകാരം സാമാന്യം കാര്യത്തിൽ പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു. വലിയ ചിട്ട അനുസരിച്ച് ജീവിച്ചിരുന്ന, എഴുതിയിരുന്ന, പ്രവർത്തിച്ചിരുന്ന മഹാനായിരുന്നു. അതുപോലെ എന്റെ ഗുരുനാഥന്മാരാണ് UK ആറ്റക്കോയ തങ്ങൾ. വലിയ പണ്ഡിതനായിരുന്നു, വലിയ ഗോളശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അബ്ദുള്ള മുസ്ലിയാർ കരുവാരക്കൊണ്ടവர்களுം, അതുപോലെ ഷുജാഹിക്കൊക്കെ മുഹമ്മദ് മുസ്ലിയാർ അവരുകളും ഈയുള്ളവനെ സ്വാധീനിച്ചുള്ള മഹാരഥന്മാരാണ്. പിന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ വലിയ വലിയ മഹാന്മാരും ഗുരുനാഥന്മാരും ഒക്കെ ഉണ്ട്. അതുപോലെ പേഴ്സണൽ ബോർഡ് പ്രസിഡന്റായിരുന്ന അലി തയ്യബ് സാഹിബ്, അതുപോലെ തന്നെ മൗലാന ഫഖറുദ്ദീൻ അഹമ്മദ് മുറാദാബാദി അവരുകൾ, അങ്ങനെയുള്ള വലിയ വലിയ അൻവർ ഷാ കശ്മീരി തുടങ്ങിയ വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ നമ്മളെ വളരെ സ്വാധീനിച്ച വ്യക്തികളാണ്. അതുപോലെ ജീവിതത്തിൽ ചെന്നപ്പോൾ ഡോക്ടർ അബ്ദുൽ അലി മഹമ്മൂദ് തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരും ഇതുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ സ്വാധീനത്തിൽ പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തിട്ടുണ്ട്. സർവോപരി ഈ ഉള്ളവനെ സ്വാധീനിച്ചത്, എന്നെ സ്വാധീനിച്ചത് തഫ്സീർ ജവാഹിറുൽ ഖുർആൻ, തഫ്സീർ തന്താവി, അതേപോലെ തന്നെ കിതാബുൽ ഇബ്രീസി പോലുള്ള അതേപോലെ തസ്സവുഫിലെ വലിയ വലിയ ഗ്രന്ഥങ്ങളുമാണ്. അതെല്ലാം വെറുപ്പതിയായിട്ട് 1975 ഇവിടെ ഒരു മഹാനായ, ഒരു അതീന്ദ്രജ്ഞാനിയായ ഒരു മഹാൻ വന്നിരുന്നു. അദ്ദേഹമാണ് ഈ ഉള്ളവനെ ഏറ്റവും അധികം സ്വാധീനിച്ച മഹാനായ ഒരു വ്യക്തി. അദ്ദേഹം ഓരോ മനുഷ്യനെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രവും വരാനിരിക്കുന്നതും ഒക്കെ പറയണമെന്ന് അവർക്ക് കഴിഞ്ഞിരുന്ന വലിയ മഹാനായിരുന്നു. അതുപോലെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞു തന്ന മഹാനായിരുന്നു. അവന്റെ ഫലിതം അദ്ദേഹമുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ അവർ വളരെയധികം അദ്ദേഹത്തിനെ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള സ്വാധീനം എന്നെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ മരണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനമാണ് ഞാൻ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് മഹാന്മാരുടെ കഥകളൊക്കെ പറയുന്നതിൽ വ്യക്തമായി ഞാൻ ഒഴിവാക്കി പറയുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ വിദ്യാഭ്യാസത്തിലേക്കാണ് തിരിഞ്ഞത്. പിന്നെയാണ് രണ്ടാമത് വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസം ആയി ഡിഗ്രികളും ഇതുമൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തെ പറ്റി എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ സംഭവബഹുലമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ഓരോ അടയാളങ്ങൾ അവരുടെ ഈമാൻ നിലനിർത്താൻ കാണിച്ചു കൊടുക്കുന്നത് എന്താണ് എന്ന് അനുഭവിച്ചു മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീർഘമായ യാത്രയിൽ തൗഫീഖ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അതാണ്
എന്റെ വിദ്യാഭ്യാസ ജീവിതത്തെ പറ്റി പറയാനുള്ളത്. സർ, ഡാർമൂർ എഡ്യൂക്കേഷൻ സെന്റർ അത് തുടങ്ങാനുള്ള മിഷൻ ആൻഡ് വിഷൻ, അതിൽ കണ്ട ഡ്രീം എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഞാൻ എന്റെ മനസ്സിൽ മംഗലാപുരം എന്ന രാജ്യം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ വന്നു ഭവിച്ചത് CM ഉസ്താദിന്റെ അദ്ദേഹം രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്ക് മാത്രം, അതായത് നിന്നെ മംഗലാപുരം നായിബ് ഹാദിയാക്കിയിരിക്കുന്നു എന്ന്. അത് പിന്നെ സ്വീകരിച്ചും അതിന്റെ പശ്ചാത്തലം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചു പോകും. അപ്പം അതിലൂടെ ആ ഒറ്റ കാരണത്താലോട്ട് കൂടെയാണ് നമ്മൾ, അതായത് മംഗളൂർ ഭാഗത്തേക്ക് ദക്ഷിണ കന്നഡ ഭാഗത്തേക്ക് വരാനുണ്ടായ കാരണം. അപ്പൊ ആ കാരണത്തിന് ഏതുവായതാരാണ്? CM ഉസ്താദ് അവர்களാണ്. CM ഉസ്താദിന്റെ സ്വപ്നമാണ് വടക്കേ ദക്ഷിണ കന്നഡയിലെ, അതായത് സമന്വയ വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന വലിയ ഒരു ദീനി കേന്ദ്രം ഉണ്ടായി വരണം എന്നുള്ളത്. അങ്ങനെ അതാണ്. അങ്ങനെ ഞാൻ ഹാദിയായി വന്നപ്പോൾ ആ വിഷയക്കാരൻ ആ ദൗത്യം ഇവിടെ നിർവഹിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട് വന്നു. മാഷാ അല്ലാഹ്, അദ്ദേഹത്തെ തുടർന്നുണ്ടായ ശ്രമങ്ങളാണ്. ആദ്യം ഈ കാലഘട്ടത്തിൽ സ്ഥലം എടുത്തിട്ട് വാങ്ങിയിട്ട് സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും പെട്ടെന്ന് ആദ്യത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ പല സ്ഥലത്തും സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാശി പട്ടണത്തിലെ അബ്ദുറഹ്മാൻ ഹാജി അവർ കുടുംബത്തിന്റെ വഴിയായിട്ടുള്ള 4.5 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇങ്ങോട്ട് സമീപിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വാങ്ങാനുള്ള സ്ഥലം, ആദ്യമായി 4.5 ഏക്കർ സ്ഥലം സൗജന്യമായിട്ട് ഈ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തത് കാരണമാണ് യഥാർത്ഥത്തിൽ ഈ മഹത്തായ സ്ഥാപനം അവിടെ കാശി പട്ടണത്തിൽ ഇന്നുള്ള ഇടത്ത് വരാൻ കാരണം. ഇപ്പോൾ മാഷാ അല്ലാഹ് അതിനപ്പുറമുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് 12.5 ഏക്കറോളം സ്ഥലം പിന്നെ ദാറുന്നൂറിൻ്റെതായിട്ട് ഉണ്ട്. എന്നാൽ ദാറുന്നൂറിൻ്റെ ഇത് ആദ്യമായിട്ട് ദാറുദായുടെ സമന്വയ വിദ്യാഭ്യാസത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടിട്ടുള്ള ദാറുദ യൂണിവേഴ്സിറ്റിയുടെ ആദ്യമായിട്ട് കർണാടകയിൽ ഉണ്ടാകുന്ന ശാഖയാണ് ദാറുന്നൂർ. മാഷാ അല്ലാഹ്, അത് ഉണ്ടാക്കിയപ്പോൾ എന്തെന്നില്ലാത്ത എതിർപ്പുകളും അസൂയാലുകളുടെ തടസ്സങ്ങളും ഒക്കെ വളരെയധികം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും പുസ്തകത്തിലോ വർത്തമാനത്തിലോ നമുക്ക് പിന്നീട് വ്യക്തമാക്കാവുന്നതാണ്. അങ്ങനെ അതായത് ദാറുന്നൂർ ലക്ഷ്യമാക്കുന്നത് കാലോചിതമായ ഒരു പണ്ഡിത നേതൃത്വത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഏർപ്പാത്തിങ്ങനെ കടലിൽ വിട്ടാൽ ബോട്ട് പോലെ അതിന് പോകാൻ കഴിയണം, ആകാശത്തിൽ വിട്ടാൽ വിമാനം പോലെ പറക്കാൻ കഴിയണം, കരയിലൂടെ പോയാൽ കാർ പോലെ അതിന് ചലിക്കാൻ കഴിയണം. ആ രൂപത്തിലുള്ള വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുക. അതായത് അവസാന കാലത്ത് പ്രത്യേകമായ സ്ഥിതിവിശേഷങ്ങളും ചുറ്റുപാടുകളും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും അഭിമുഖീകരിക്കാനുണ്ടാവുക. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇന്ന് വന്ന് കണ്ടു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എങ്ങനെ അതിനെല്ലാം നേരിട്ടുകൊണ്ടിട്ട് ഈ സമൂഹത്തെ നയിക്കാനുള്ള വലിയ പണ്ഡിത നിരയെ നേതൃത്വത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്
ദായിദ് സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് CM ഉസ്താദും ഞമ്മളും ഒക്കെ ലക്ഷ്യമാക്കുന്നത് അത് തന്നെയാണ്. അല്ലാതെ അതുകൊണ്ടിട്ടാണ് അവിടെ എന്താണ് 4 ഭാഷകൾ അവർക്ക് 4-5 ഭാഷകൾ വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാനുള്ള പാഠവും ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഭൗതിക മതവിദ്യാഭ്യാസങ്ങൾ ഉന്നത PG വരെ എത്തുന്ന രൂപത്തിലുള്ള പഠന വ്യവസ്ഥകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതേ വ്യവസ്ഥ അനുസരിച്ച് പഠിച്ച പലരെയും നമുക്കെന്താണ് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും കാണാവുന്നതാണ്. ഈയിടെ ഒരു സ്ഥലത്ത് ഒരു വലിയ സൗദി അറേബ്യന് ഒരു വലിയ കമ്പനിയിൽ PR-ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദവിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഉദവിയെ കുറിച്ചാണ് ഇവിടെ നൽകുന്നത്. കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ PR-ആണ്. അതുകൊണ്ട് ഇതൊരു ചെറിയ ഉദാഹരണം പറയുന്നതാണ്. അതുകൊണ്ടിട്ട് എല്ലാവരും അതും കരുതിയിട്ട് അങ്ങോട്ട് കെട്ടി പോകാനൊരു വേണ്ട. അപ്പോ കണ്ടപ്പോ ഞാൻ അവരോട് ആ കമ്പനി ഉടമകളോട് പറഞ്ഞു, ഇത് ഒരു വിദ്യാർത്ഥിയാണ്. ഇങ്ങനത്തെ ഈ വിദ്യാർത്ഥി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ഇവിടെ എന്തെല്ലാം ചെയ്യുന്നു, എന്താണ് കമ്പനി മുഴുവൻ കാര്യങ്ങളും അത് കൊണ്ടുപോയി നടത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന വലിയ കമ്പനിയാണ്. അപ്പം ഇതേപോലുള്ളവർ, അതായത് ഉദവികളെയാണ് നമ്മളിവിടെ വാർത്തെടുക്കുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വിപ്ലവമാണ് ദാറുൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കും നമുക്കും കാണാൻ കഴിയും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ഇവിടെ പഠിക്കുന്നവർക്ക് അവരോട് നൽകപ്പെടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ ഉണ്ട്. അതൊക്കെ വിശദീകരിച്ചാൽ ഈ വിശദീകരണം നീണ്ടുപോകും. അപ്പം അത് മാതൃകാപരമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു വലിയ അതായത് വളരെ ഉണ്മയാണ് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ടായിട്ട് അവർ മുഴുവനും പരക്കണം. പിന്നെ ഇതേ ഡിഗ്രി എടുത്ത പലരും വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഭൗതികമായി ആത്മീയമായി വിചാരിക്കുന്നവരുണ്ട്. ഭൗതികമായിട്ട് ഇരിക്കുന്നതിനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ, ആത്മീയമായിട്ടിരിക്കുന്നതിനെ കാണിച്ചു തരാൻ പറ്റില്ല, അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഭൗതികമായിട്ട് ജഡ്ജിയായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അതേപ്രകാരം ചീഫ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഓരോ രാജ്യങ്ങളിൽ. അതുപോലെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗില് BBC-യിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതേപ്രകാരം ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നാനാതുറകളിലും ഉണ്ട്. അവരെല്ലാം എന്താണ് ഈ ജോലി ചെയ്തുകൊണ്ടിട്ട് നിർവഹിക്കുന്നത് പ്രബോധനം. ദീനി പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇന്ന രൂപ ദീനി പ്രബോധനം എന്നത് ഏതെങ്കിലും ഒരു രൂപത്തിലോ വ്യവസ്ഥയിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ദീൻ എന്താണോ തേടുന്നത് അത് ചെയ്യുക എന്നുള്ളത്. നീ ഒരു മാനേജറായിട്ട് ഇരിക്കുമ്പോൾ അവിടെ നീ ഇസ്ലാമിന്റെ അംബാസഡറായിട്ട് ഒരു മാതൃക യോഗ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നീ ചെയ്യുന്ന പ്രബോധനം. തന്നെയല്ലേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി പ്രവാചകന്മാരായിരുന്നു. വലിയ 12 വർഷം ജയിലിനകത്ത് പ്രബോധനം ചെയ്തത് എപ്പോഴോ കുറെ കാലങ്ങൾക്ക് ശേഷം സ്വപ്നത്തെ വ്യാഖ്യാനം ചോദിക്കാൻ വേണ്ടിയിട്ട് അതിൽ 2 ആളുകൾ വരുന്നു. രാജാവ്
ഒരു സ്വപ്നം കാണുന്നു. എന്റെ വ്യാഖ്യാനം പറഞ്ഞു തരണം. അപ്പൊ അതാണ് മൂപ്പരെ സംബന്ധിച്ചുള്ള പ്രബോധനത്തിന് കിട്ടിയ ഒരവസരം. അപ്പൊ ആദ്യം തന്നെ പറയുന്നതാണ് എന്തെന്ന്, ഈ പല ദൈവങ്ങളിലുമുള്ള വിശ്വാസമല്ല, ഏകദൈവത്തിലുള്ള വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് ഇതിന്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഒരു രൂപത്തിലോ വ്യവസ്ഥയിലോ മാത്രം ഒതുങ്ങുന്നതല്ല, അപ്പോൾ ആവശ്യമായ രൂപത്തിൽ ലോകത്തിന് വെളിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വിവിധം നേടി വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചു വന്നത് ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഞങ്ങളെ സൂക്ഷ്മശാലികളുടെ നേതാവാക്കണമേ എന്ന് ദുആ ചെയ്യാനാണ് അല്ലാഹു പറഞ്ഞത്. അതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ദാറുൽ നൂറിൽ 10 വർഷം പഠിച്ച് ബിരുദം നേടുന്ന വിദ്യാർത്ഥികളെ ദാറാനി എന്ന ബിരുദനാമം കൊണ്ടായിരിക്കും അഭിസംബോധനം ചെയ്യപ്പെടുക. ഇത് നമ്മുടെ കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ദാറിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടുള്ള ദാറാനി അലിഫും നൂനും കൊണ്ടിട്ടുള്ള നിസ്ബ എഴുതാണ്.